ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ എഴുന്നേറ്റു. സമയം 6:50 വെളിയിൽ നല്ല വെട്ടമുണ്ട്. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റു. രാത്രി അത്ര നല്ല പോലും ഉറങ്ങിയില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങള് ഈ 3 സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങി. ഇപ്പം രാവിലെ നമുക്ക് അവര് ഒരു കീസ് തന്നിട്ടുണ്ട്. കീസും ഒരു സ്റ്റാർബക്സിന്റെ ഹോട്ട് ചോക്ലേറ്റ് വന്നു. ഗൈസ്, നമ്മളിപ്പം ലാൻഡ് ചെയ്യും. ഇപ്പൊ താഴെ നല്ല പോലെ ദുബായ് കാണാം. മുമ്പേ കൊറേ സ്ഥലത്ത് ഇങ്ങനെ മരുഭൂമിയായിട്ട് കിടക്കുന്ന കാണാറുന്നു. ഇപ്പൊ താഴെ കൊറേ കാറുകളും വലിയ വലിയ കെട്ടിടങ്ങളും റോഡുകളും ഒക്കെ നല്ല വൃത്തിക്ക് കാണാം. അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ ബുർജ് ഖലീഫയുടെ ഒരു വ്യൂ കാണുന്നത് ഇവിടെ ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ടാണ്. അതാണെങ്കിൽ ദൂരെ ചെറുതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ബുർജ് ഖലീഫ. കണ്ടോ? നല്ല സൂം ചെയ്യുമ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി ഗൈസ്. നമ്മളിങ്ങനെ സക്സസ്ഫുള്ളി ദുബായ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഫ്ലൈറ്റിന് വെളിയിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ. എയർപോർട്ടിലോട്ട് നടന്നു പോവാണ്. നമുക്കിനി ഇവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അതായത് നമുക്ക് വിസ ഒക്കെ അടിക്കാനുണ്ട്. നമുക്ക് ഓൺ അറൈവൽ വിസ ആയതുകൊണ്ട് നമുക്കിപ്പോഴാണ് ഇവിടെ നിന്ന് വിസ അടിക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. നമുക്ക് ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ അറിയത്തില്ല. മുന്നോട്ട് പോയി നോക്കാം. അങ്ങനെ ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് മെട്രോ കയറിയിട്ടുണ്ട്. ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് തന്നെയായിരുന്നു മെട്രോ കണക്ഷൻ. നമുക്ക് അറൈവലിൻ്റെ അടുത്തായിരിക്കും പോയി നിൽക്കുന്നത്. നമുക്ക് മെട്രോ പോകുന്ന വഴി തന്നെ കാണാം ഫ്ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ കിടക്കുന്നത് എയർപോർട്ടിനകത്ത്. ഫ്ലൈറ്റ് പോകുന്നത് കണ്ടോ? സൂര്യന് വെട്ടം അടിക്കുമ്പം അത്യാവശ്യം ഒരു ചൂടുണ്ട്. ഇപ്പം തണുത്ത കാലാവസ്ഥയിൽ വന്നോന്നാണെന്ന് അറിയത്തില്ല. നമ്മൾ അറൈവൽസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് മെട്രോ കയറിയിട്ട്. ആ മെട്രോ വീണ്ടും തിരിച്ച് വീണ്ടും എയർപോർട്ടിലോട്ട് പോയിട്ടുണ്ട്. അതേ ആലിയ ഭട്ടൊക്കെ ഇരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റിനകത്തിൽ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടന്ന് നമ്മൾ പുറത്തിറങ്ങി. എമിഗ്രേഷൻ്റെ സൈഡിൽ തന്നെ ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും ഓൺ അറൈവൽ വിസക്കുള്ളത്. ഒരാൾക്ക് 240 ദിർഹമാണ് ആവുന്നത്. എയർപോർട്ടിൽ നിന്ന് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾ ഓൾറെഡി എക്സ്ചേഞ്ച് ചെയ്തും കൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നല്ല എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും ആവുന്നത് എയർപോർട്ടിലൊക്കെ. ദുബായിലെത്തി ഫസ്റ്റ് നമ്മൾക്ക് മന്തി കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ നമ്മൾ മന്തി കഴിക്കാനെ കൊണ്ട് ഒരു കടയിൽ വന്നേക്കുവാണ്. മന്തി കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഡിസേർട്ടായ കുനാഫ കഴിക്കാൻ പോവാണ്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുവാണ് കുനാഫ. കുനാഫ കഴിച്ചു കഴിഞ്ഞ് നമ്മള് ലുക്കൈമത്തോ എന്തോ ലുക്കൈമത്ത് കഴിക്കുകയാണ്. ഇത് നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയ കേട്ടോ മന്തി മേടിച്ചപ്പോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ട് കൊള്ളാന്ന് വെച്ചാ കുനാഫ ആണോ കൊള്ളാവുന്നതാണോ? ആണോ ഗൈസ്? നമ്മളങ്ങനെ ആണ്ടെ കുളിച്ചിട്ട് വെളിയിലോട്ട് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയപ്പം ഒരു വൈകിട്ടായി, ഒരു 6 മണിയൊക്കെ ആയേ. അപ്പം ചായയും ഉഴുന്നോടെയും സാറേ പറയണ്ടല്ലേ, പ്രത്യേക ഫീല്, അടിപൊളി ഫീല്. ചായ കുടിച്ചിട്ട് എനിക്കാണെങ്കിൽ സന്തോഷമായി. നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നൈറ്റ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകണം. ദുബായിയെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് ദുബായിലെ ബിൽഡിങ്സുകളാണ്. അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴി ഫസ്റ്റ് നമ്മൾ കണ്ടത് ഈ ഒരു ദുബായ് ഫ്രെയിമാണ്. 150 മീറ്റർ അടി ഉയരമാണ് ഈ ഫ്രെയിമിനുള്ളത്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ വരെ നമുക്ക് ലിഫ്റ്റ് അവൈലബിൾ ആണ്. മുകളിലത്തെ നിലയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമുക്ക് പഴയ ദുബായും ഒരു സൈഡിൽ നമുക്ക് പുതിയ ദുബായുമാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഗ്ലാസ് ബ്രിഡ്ജ് വാക്ക് അവൈലബിൾ ആണ്. അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ദുബായിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആണ് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിങ്. ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഈ ലൈറ്റിങ്ങും ഒക്കെ വെളിയിൽ നിന്ന് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്.
ഫ്യൂച്ചർ ഓഫ് ദുബായ് ആണ് ഈ മ്യൂസിയത്തിൽ ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദുബായ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും കാണേണ്ടത് ബുർജ് ഖലീഫയാണ്. അപ്പോൾ ബുർജ് ഖലീഫയുടെ നമ്മളുടെ ക്ലോസ് ആയിട്ട് നമ്മൾ കാണുന്നൊരു വ്യൂ ആണ്. നമ്മളിപ്പം ദുബായ് മാളിലോട്ട് പോകണം, അപ്പോൾ അവിടെ നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. ബുർജ് ഖലീഫ അടിപൊളിയായിട്ട് ഇങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ ദുബായ് മാളെത്തി. നമുക്ക് ദുബായ് മാളിൽ കാണാൻ പറ്റുന്നൊരു ബ്യൂട്ടിഫുള്ളായിട്ടൊരു സംഭവമാണ് ചൈന ടൗൺ എന്ന് പറയുന്നത്. അപ്പം ചൈനയിലെ ഫുഡും അവരുടെ കൾച്ചറും ഒക്കെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സൂപ്പറാണ്. മാളിനകത്തൊരു റെസ്റ്റോറൻ്റാണ് ഈ വരുന്നത്. ഈ ഒരു വലിയ സ്ക്രീനിലെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ നടുക്ക് ഇങ്ങനെ ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊരു റെസ്റ്റോറൻ്റാണ്, നല്ല രസമുണ്ട്. മാളിനുള്ളിൽ തന്നെ വരുന്ന ഒരു വാട്ടർഫാളാണ് ഈ കാണുന്നത്. ഭയങ്കര രസമാണ് ഇത് കാണാനും ഫോട്ടോ എടുക്കാനും കൊണ്ട് ഒരുപാട് പേര് താഴെ നിൽക്കുന്നുണ്ട്. ദുബായ് മാളിലെ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഫോൺ എടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ റേറ്റും കാര്യങ്ങളും സ്റ്റോക്കും ഒക്കെ അന്വേഷിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ദുബായിൽ നിന്ന് ഐഫോൺ എടുക്കാനായിട്ട് നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് വലിയൊരു എമൗണ്ട് ലാഭിക്കാനായിട്ട് പറ്റും. 17 Pro Max 1TB കോസ്മിക് ഓറഞ്ച് ആണ് ഞാൻ എടുക്കുന്നത്. 6799 ദിർഹമാണ് 1TBക്ക് പ്രൈസ് ആവുന്നത്. പക്ഷെ നമ്മൾ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഫോൺ എടുക്കുന്നില്ല, കാരണം ഇവിടെ ടാക്സ് ഇല്ലെന്നുണ്ടെങ്കിലും വാറ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ആപ്പിൾ സ്റ്റോറിൽ നിന്നാണ് ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാറ്റ് പേയ്മെൻറ്റ് റീഫണ്ട് കിട്ടില്ല. പക്ഷെ നമ്മൾ വേറെ ഏത് കടയിൽ നിന്ന് എടുത്താലും നമുക്ക് എയർപോർട്ടിൽ തിരിച്ചു പോകുന്ന ടൈമിൽ ആ വാറ്റ് റീഫണ്ട് കിട്ടുന്നതാണ്. അതൊരു 58 euro വരും, അതായത് 6000 രൂപ ഇന്ത്യൻ മണി. ആപ്പിൾ സ്റ്റോറിൻ്റെ സൈഡിൽ നിന്നൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. താഴെ ഫൗണ്ടനും അതുപോലെ തന്നെ സൈഡിൽ ബുർജ് ഖലീഫയൊക്കെ ആയിട്ട്. ഇപ്പം നമുക്കിവിടെ ഷോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബുർജ് ഖലീഫയിൽ നമുക്ക് ലേസർ ഷോ ഉണ്ട്, നല്ല രസമാണ് കാണാൻ. ഈ ആപ്പിൾ സ്റ്റോറിൻ്റെ സൈഡിൽ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും, തിരക്കൊന്നും ഇല്ലാതെ. എല്ലാ ദിവസവും വൈകുന്നേരം 7:45 തൊട്ട് 10:45 വരെയാണ് സാധാരണ ഈ ലേസർ ഷോയും ഈ ഫൗണ്ടനും നടക്കുന്നത്. പിന്നെ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും കൂടുതൽ ഷോസ് ഉണ്ടായിരിക്കും. എല്ലാ 1 മണിക്കൂർ ഇടവിട്ടും നമുക്ക് ഷോസ് കാണാൻ പറ്റും. നമ്മളാണ്ട് ഈ കാണുന്നതാണ് ഡിനോസറിൻ്റെ ഒറിജിനൽ ഫോസിലാണ് ഈ കാണുന്നത്. കേട്ടോ, ഇത്രയും വലിയൊരു ഡിനോസറിൻ്റെ ഫോസിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ദുബായിൽ വലിയൊരു ഫിഷ് മാർക്കറ്റ് വന്നിരിക്കുകയാണ്. ജർമ്മനിയിൽ നമ്മൾ എപ്പോഴും തന്നെയും പിന്നെയൊക്കെ ഒരു ഫിഷൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. അങ്ങനെ അധികം ഫിഷൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇവിടെ വന്നപ്പം ഭയങ്കര ആഗ്രഹം ഫിഷ് നല്ലപോലെ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ ഒരു ഫിഷ് മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. വലിയൊരു മാർക്കറ്റാണ് ഇവർ പറയുന്നത്. നമ്മൾ അകത്തോട്ട് കയറിയിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല എന്താ സംഭവം. നമ്മളിതാണ്ട് ദേറ മാർക്കറ്റ് വന്നതാണ്. ഇവിടെ ഫിഷിൻ്റെ വലിയ മാർക്കറ്റ് കണ്ടോ, മീനുകൾ ഇരിക്കുന്നുണ്ടോ, ലോബ്സ്റ്ററൊക്കെ കണ്ടോ, അതുപോലെ കുഞ്ച്, ലോബ്സ്റ്റർ വലിയത് എന്ത് നീറ്റാണെന്ന് നോക്കിക്കോണേ ഇത് ഫിഷ് മാർക്കറ്റ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ല് പോലും ആ മീനിൻ്റെ അങ്ങനെ വലുതായിട്ടില്ല. അത്രയ്ക്ക് ഫ്രഷ് മീനാണിത്, നല്ല ഫ്രഷ് മീനാണ്, നല്ല ഫ്രഷ് മീൻ. അതാണ്ട് നമ്മുടെ ജർമ്മനി കിട്ടുന്ന ഡൊറാഡെ ഇവിടെ ഇരിപ്പുണ്ട്, ഡൊറാഡെ. പിന്നെ കിളിമീന്, ഷാർക്ക്, ചൂര, അങ്ങനെ വേണ്ട നമുക്കറിയാത്ത പല മീനുകളും ഇരിപ്പുണ്ട്. ആവോലി ആയിരിക്കുന്നത്. പിന്നെ കല്ലുമ്മക്കായ ഉണ്ട്, ലോബ്സ്റ്റർ, ഞണ്ട്, കൊഞ്ച് എന്ന് വേണ്ട സകലമായ മീനുകളുണ്ട്. സകലമായ കടലിലുള്ള എല്ലാം ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനിയിപ്പോൾ നമുക്ക് ലൈവ് മീനെ വേണമെന്നുണ്ടെങ്കിൽ ലൈവ് മീൻ ഇവിടെ ഉണ്ട്. ഞാൻ ലൈവ് മീൻ കാണിച്ചു തരാം. കണ്ടോ, ലൈവ് ഞണ്ട്. നമ്മൾ ഇതിൻ്റെ ഏത് വേണമെന്ന് പറഞ്ഞു അവരതെടുത്ത് നമുക്ക് കറി വെച്ച് തരും, മനസ്സിലായോ? അതുപോലെ തന്നെ ലൈവ് ലോബ്സ്റ്റർ.
ഗൈസ് അങ്ങനെ നമ്മൾ ഫിഷിൻ്റെ ഗ്രില്ല്, റോസ്റ്റഡ്, പിന്നെ ഇതെന്ന് പറയുന്നത് കൊഞ്ചാണ്, ഷ്രിംസ് ആണ്. ഷ്രിംസ്, ഞണ്ട്, അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ഫിഷ് ഫ്രൈ, ഇത്രയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം വാങ്ങിക്കൊടുത്തത് ഫ്രഷ് ഫിഷ് വാങ്ങിക്കൊടുത്താണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിച്ചാണ് ഇത് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ പിക്കിൾ ഇടാനായിട്ട് മീൻ മേടിച്ചിട്ട് കട്ട് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പം ഇവരിങ്ങനെ ഇവിടെ മേടിക്കുന്ന മീനെല്ലാം നമുക്ക് കട്ട് ചെയ്ത് അടിപൊളിയാക്കി തരും, ക്ലീനൊക്കെ ആക്കി തരും. ഗൈസ് നമ്മളങ്ങനെ മീൻ വെട്ടാൻ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ മീൻ വെട്ടുന്നതിന് അവർ 20 dirhams ആണ് മേടിച്ചത്. ഇവിടെ ഇങ്ങനെ നമുക്കൊരു ടോക്കൺ തരും. മീൻ വെട്ടിക്കഴിയുമ്പം ടോക്കണിൽ ആ ടോക്കണിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ ഈ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണും. അപ്പം നമ്മുടെ മീൻ നമ്മൾക്ക് പോയി കളക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് പേര് അതിനകത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫിഷ് കട്ടിങ്. നമ്മളിപ്പോൾ ചൂര മേടിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചൂര അച്ചാറിടാൻ പറ്റുന്ന കറക്റ്റ് പീസിന് അവർ കട്ട് ചെയ്ത് തരും. ഗൈസ് രാത്രി ഇപ്പോൾ സമയം 4 മണിയായി. അതാണ് നമ്മൾ ഇവിടെ ദുബായിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റും, ഇതെന്ന് പറയുന്നത് റബ്ബാഷാണ്. റബ്ബാഷ് ഫസ്റ്റ് ടൈമാണ് ഞാൻ കുടിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ദുബായ് മംസാറിലാണ് ഗൈസിൻ്റെ ഷോപ്പ് ഉള്ളത്. റബ്ബാഷ് എന്നാണ് കടയുടെ പേര് തന്നെ, റബ്ബാഷ് എന്നാണ്. അവിടുത്തെ ഈ റബ്ബാഷ് ഒന്ന് കുടിച്ചു നോക്കുക. നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ രാത്രി 4:30 ആയി വീട്ടിൽ വന്നപ്പോൾ. അപ്പോൾ വീട്ടിലെ ഇളയ കുട്ടിയെ വീട്ടിലാക്കിയിട്ടായിരുന്നു പോയത്. അവൻ കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ വീട് തുറക്കാൻ പറ്റിയില്ല. ലാസ്റ്റിൽ പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റിയെ കോണ്ടാക്ട് ചെയ്ത് കാർപ്പൻ്റർ വന്ന് ലാസ്റ്റിൽ ഡോറിൻ്റെ ലോക്ക് പൊളിച്ചിട്ടാണ് അകത്ത് കയറിയത്. ആള് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഡേ 2 വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.